ഏറ്റവും കുറഞ്ഞ ചിലവിൽ എല്ലാവർക്കും ട്രിപ്പ് പോകാനായിരിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ള ഈ ഒരു സമയത്ത് നമുക്ക് വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോയാലോ? അപ്പോൾ ചെറിയ മുതൽ മുടക്കിലാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരുപാട് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും നല്ല തണുപ്പും നല്ല ഫുഡും നല്ലൊരു വൈബുള്ള അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വയനാട്ടിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല വൈബുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ റേറ്റൊന്നും ഇല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണുള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാരും ചെറിയൊരു മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറയാം. വയനാട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വൈത്തിരിയൊക്കെ എത്തുന്നതിന് മുൻപായിട്ടാണ് റൈറ്റ് സൈഡിലായിട്ട് ഇവരുടെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടാവും, അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്പോട്ടിൽ കയറി എൻജോയ് ചെയ്ത് കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ റൈഡുകളും ഉണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് തന്നെ ഇവർ എൻട്രൻസ് വരുന്നത്. എൻട്രൻസിൻ്റെ ഉള്ളൊരു ഗുഹ പോലെയാണ്, കംപ്ലീറ്റ് ലൈറ്റും സൗണ്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ റൈഡാണ് ഒരുപാടുള്ളത്. ആ റൈഡുകളും വലിയ ആൾക്കാരതും ഒക്കെ ഉണ്ട്. പിന്നെ പാക്കേജ് ആയിട്ടാണെങ്കിൽ അതിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും പാക്കേജ് എടുക്കുകയാണെങ്കിൽ. അതല്ല നമ്മൾക്ക് സിംഗിളായിട്ട് മതിയെങ്കിൽ നമുക്ക് ആ രീതിയിലും എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്, എൻജോയ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് മെയിൻ ടിക്കറ്റ് എടുത്താൽ മതി. അതായത് നമുക്ക് മറ്റുള്ള ഇതിൽ റൈഡിലൊന്നും കയറുന്ന ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ നമുക്ക് സാധാരണ എൻട്രൻസ് ടിക്കറ്റ് മാത്രം എടുത്തിട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. അതല്ല കുട്ടികൾക്കും കൂടെ എൻജോയ് ചെയ്യാനാണെങ്കിൽ റൈഡൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാത്ത ടിക്കറ്റും കൂടെ എടുത്തിട്ട് കയറാം. പിന്നെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇത് വന്ന് തന്നെ നമുക്ക് അനുഭവിച്ച് അറിയണം, എന്നെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പുറത്ത് തന്നെ ഫുഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ റേറ്റിൽ നമ്മൾ വിചാരിക്കുന്ന റേറ്റിൽ തന്നെ ഉള്ള അടിപൊളി ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് 1980 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ്. ഇത് അബൂ സലീം, ഫിലിം സ്റ്റാർ അബൂ സലീമിൻ്റെ ഹോട്ടലാണ്. അടിപൊളി ഹോട്ടലാണ്, ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഒരുപാട് ഇയറായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവരുടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഇവരുടെ മീൽസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും മീൽസ് കഴിച്ചു, പിന്നെ കുറച്ച് പേര് ബിരിയാണി കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഹോട്ടൽ നല്ല ഹോട്ടലാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുക. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുഡിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൽപ്പറ്റയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ ഫുഡ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ഫുഡ് വേണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ ബിരിയാണി ആണെങ്കിലും മറ്റുള്ള ഇവരുടെ സ്പെഷ്യൽ ആണെങ്കിലും ഒക്കെ അപാരമാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു സ്പോട്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാടമുട്ടയും അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ ചിലവിൽ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. സ്പോട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.